Hi all, Assalamu alaikum and welcome back to my channel. ഇന്ന് നമുക്ക് ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഉരുളക്കിഴങ്ങ് ബോണ്ട തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിലോട്ട് ആദ്യമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് പൊട്ടാറ്റോ ബോണ്ട എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ആദ്യം ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുക. ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടി വന്നതിന് ശേഷം 1 ടീസ്പൂൺ ഉഴുന്ന പരിപ്പ് കൂടെ നന്നായി പൊട്ടിച്ചെടുക്കുക. എല്ലാം നന്നായി പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയുള്ളിയുടെ പകുതി ചേർത്ത് കൊടുക്കുക. നന്നായി നൈസായി അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട, ഇഞ്ചിൻ്റെ ടേസ്റ്റ് വല്ലാണ്ട് വേണ്ട ഇതിലേക്ക്. എന്നിട്ട് ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ചെറുതായി അരിയുന്നതായിരിക്കും നല്ലത്. ഇതെല്ലാം നന്നായി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായി ഒന്നും കൂടെ യോജിപ്പിക്കുക. ഉപ്പ് ചേർക്കുമ്പം കുറഞ്ഞ അളവിൽ ചേർക്കാൻ നോക്കുക. കൂടുതലായി കഴിഞ്ഞാൽ ബോണ്ട ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം 1/4 കപ്പ് പച്ചവെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെള്ളം കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടെ നന്നായി യോജിപ്പിച്ച് ചേർക്കുക. ഈ ഒരു മസാല തയ്യാറാക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് ഉപയോഗിച്ചത്. അത് 3 വിസിൽ അടുപ്പിച്ചു. ഉപ്പിടാതെ തന്നെ വേവിക്കണ്ടേ. അപ്പോൾ ഇതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇനി ഒരു മസാലയ്ക്ക് നന്നായി യോജിപ്പിച്ച് എടുക്കണം. മസാല എല്ലാം നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ മസാല മാറ്റി വെക്കുക. ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ബോളാക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് ചൂടാറുന്ന സമയം നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 1 കപ്പ് കടലമാവാണ് ചേർക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം 1/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷമേ വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആദ്യം 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക.
എല്ലാവരുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ എനിക്ക് കമൻസിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഈ ചാനലിലോട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതുപുത്തൻ റെസിപ്പീസും വ്ളോഗ്സ്, ട്രാവൽ വ്ളോഗ്സ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അതൊക്കെ ഞാൻ എന്തായാലും വീഡിയോസിലൂടെ കൊണ്ടുവരും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്.